ആരും അവിടെ തിരക്കരുത്, ആരും ഇപ്പോൾ കൈ പിടിക്കാനും കാര്യങ്ങൾ പറയാനൊന്നും പോകരുത്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ മനോഹരമായ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും വളരെ റാഹത്തോടുകൂടെ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ പരിഹാരം തേടി വരുന്ന അനേകായിരം ആളുകൾക്ക് ആത്മീയ നിർവൃതി ലഭിക്കുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കൊടുക്കുന്നുണ്ട്. തങ്ങളുപ്പാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ മജ്ലിസാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ സഹിച്ചു വന്ന ഉമ്മമാർ ഉപ്പമാര് ഈ മജ്ലിസ് നിങ്ങൾക്ക് വെറുതെ ആവുകയില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുആ 10 വർഷങ്ങൾക്ക് മുമ്പ് വെറും കാടുമൂടി കിടന്നിരുന്ന ഈ ഒരു പ്രദേശത്ത് ഒരു ചെറിയ പള്ളി, അൽഹംദുലില്ലാഹ് ഇന്നത് ജുമുഅത്ത് പള്ളിയാണ്. അതിൽ ഒരുപാട് മക്കള് വിശുദ്ധമായ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മക്കൾക്ക് സൗകര്യമില്ലാത്തതിന്റെ പേരിൽ ഈ ജുമുഅത്ത് പള്ളി ഒന്ന് വിശാലമാക്കാൻ ഒരു 30 സെന്റ് സ്ഥലം ഞങ്ങൾ കച്ചവടം ചെയ്തിരുന്നു. പക്ഷേ ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. കൊടുക്കാൻ യാതൊരു മാർഗവുമില്ലാത്തതിന്റെ പേരിൽ അത് കുറഞ്ഞ സ്ഥലമാക്കി ചുരുക്കി. ഇപ്പോൾ അവിടെ ഒരു നാടൻ കിണർ കളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകൾക്കൊക്കെ ചെറിയ രീതിയിൽ അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അവർ ബാത്റൂമിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ ഒരു വലിയ കിണർ, അത് മരണപ്പെട്ടു പോയ ഒരു സഹോദരന്റെ പാരത്രികമായ നന്മയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു കുടുംബം സ്പോൺസർ ചെയ്തതാണ്. പക്ഷേ ആ കിണറിന്റെ പണി നടക്കുന്ന സ്ഥലം ഭാവിയിൽ ഈ ജുമുഅത്ത് പള്ളി ഒന്ന് വലുതാക്കാൻ, അവിടെ ഒരു കിണറിന്റെ പണി പൂർത്തീകരിക്കാൻ അതിന്റെ ഉടമസ്ഥർക്ക് ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾ പെട്ടെന്ന് കൊടുത്താലേ ആ സ്ഥലം പള്ളിയുടെ സ്ഥലമായി മാറുകയുള്ളൂ. ഈ ഒരു സങ്കടം ബഹുമാനപ്പെട്ട തങ്ങൾ അവരോട് പറഞ്ഞപ്പോ ഒരുപാട് വാതിലുകൾ ഞങ്ങൾ മുട്ടി, ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ പലരോടും പറഞ്ഞു. അവസാനമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോട് ഈ വിഷയം പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു നൂറെ ഹബീബ് ആത്മീയ മജ്ലിസ് സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. തങ്ങൾ ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, തങ്ങൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. അതിന്റെ കൂടപ്പിറപ്പുകൾ അതിന്റെ മുത്തമണികൾ ഏറ്റെടുക്കുമെന്ന് തങ്ങളുടെ ഭാഷയിൽ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ കഴിയാത്ത ഒരു പ്രയാസം വരും. മാത്രമല്ല വരും കാലത്ത് ഈ പള്ളി ഒന്ന് വിപുലീകരിക്കാൻ സൗകര്യമില്ലാതായി പോകും. മാത്രമല്ല ഈ കാണുന്ന പള്ളിയുടെ മുകളിലേക്ക് ഒരു നില കൂടെ നിർമ്മിക്കാൻ ഒരു 15 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ റമദാനിന് മുമ്പ് തന്നെ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ നിലവിൽ ഈ ബാത്റൂമും അതുപോലെ തന്നെ കുളിമുറിയും കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനൊക്കെ ഉൾപ്പെടെ എല്ലാം പള്ളിയാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ കുട്ടികൾക്ക് മനോഹരമായിരിക്കുന്ന ഒരു ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടെയാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് മക്കൾ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ മാസവും 3.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇവിടെ ചെലവുണ്ട് ഒരു കോളേജ് നടത്താൻ. നമുക്കറിയാം നമ്മുടെ പരിസര മഹല്ലുകളിലൊക്കെ 700ഉം 1000ഉം 1000-ത്തിനപ്പുറമൊക്കെ ഉള്ള വലിയ വലിയ വീടുകളുള്ള മഹല്ലിൽ ഒരു 15ഓ 10ഓ കുട്ടികളെ കൊണ്ട് ദർസ് നടത്താൻ പോലും പ്രയാസപ്പെടുന്ന ഒരു കാലം. വെറും വളരെ 165 പാവപ്പെട്ട കുടുംബങ്ങളുള്ള ഈ ഒരു പ്രദേശത്ത് മാസത്തിൽ 3.5 ലക്ഷം രൂപ മുടക്കിയിട്ട് അൽഹംദുലില്ലാഹ് ഒരു മനോഹരമായ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഇവിടെ 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഖുർആന്റെ ഒരു അത്ഭുതമാണ്. പക്ഷേ ഒരു 10,000 രൂപ പോലും ഇതിന് മാസത്തിൽ വരുമാനമില്ല. ഇവിടെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും ഒരു ദിവസത്തെ ഭക്ഷണമൊക്കെ നേർച്ചയായി
പൂർത്തിയാക്കിയിട്ട് ഉസ്താദുമാരുടെ ശമ്പളമടക്കം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഇന്നും ഒരാളുടെ മുമ്പിലും ഞങ്ങൾ മക്കൾ പട്ടിണിയാണ് അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാറില്ല എന്ന് പറഞ്ഞ് ഒരാളെ മുമ്പിലും ഇന്ന് വരെ ഞങ്ങളാരും കൈനീട്ടിയിട്ടില്ല. അൽഹംദുലില്ലാ അതൊക്കെ മനോഹരമായി നടന്നു പോകുന്നുണ്ട്. ഇനിയും ഒരുപാട് മക്കൾ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ ആ മക്കളെ ഞങ്ങൾ സന്തോഷത്തോടുകൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വരെ ആ മക്കൾക്ക് പട്ടിണി ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ പ്രയാസമുണ്ടായിട്ടില്ല. 3 ഫാത്തിഹിന്റെ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അല്പം നിങ്ങളോട് നസീഹത്ത് നടത്തി പെട്ടെന്ന് ദുആയിലേക്ക് പ്രവേശിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدئا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العليم. السلام عليكم ورحمة الله تعالى. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا ومنجينا ومرشدنا مصطفى محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله ما شاء الله كان يريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الدنيا كلها متاع بخير متاع الدنيا المرأة الصالحة
ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സദാത്യങ്ങള്, ആലിമീങ്ങള്, പണ്ഡിതന്മാര്, ഉപ്പമാര്, ജ്യേഷ്ഠാനുജന്മാര്, മുത്തഅല്ലിമീങ്ങള്, ഉമ്മപ്പെങ്ങന്മാര്, കൊച്ചനുജത്തിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവിടുത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഒരുപാട് സന്തോഷം അല്ലാഹു നൽകട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കുന്നില്ല. ഉസ്താദുമാര് പ്രസംഗിക്കുന്നത് ഞാനും കേട്ടു. കുറെ പൈസയും കിട്ടി, കുറെ കാര്യം കിട്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദ് പറഞ്ഞു, നൂറെ ഹബീബിന്റെ മജ്‌ലിസിന്റെ മേലെ കൊടുക്കാൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയൊക്കെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 1 ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ പങ്കെടുക്കുന്നത്. ഇതിപ്പോ 4 ഏക്കർ സ്ഥലമാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ജനങ്ങളുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആളുകൾ വന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ പരിപാടിക്ക് പോക്കില്ല. ഒരുപാട് ആളുകൾ ഡേറ്റ് ചോദിച്ച് വരാറുണ്ട്. ഇന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉസ്താദുമാര് വന്ന് തങ്ങളൊന്ന് വരുമോ, മദ്രസിന്റെ ആവശ്യങ്ങളുണ്ട്, മദ്രസ ഇല്ല, പള്ളിയില്ല, അതുകൊണ്ടൊന്ന് വന്ന് ദുആ ചെയ്ത് തരുമോ. ഒരുപാട് ആളുകൾ അങ്ങനെ ഡേറ്റ് ചോദിച്ച് ഒത്തിരി ആളുകൾ വിളിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ആർക്കും ഡേറ്റ് കൊടുക്കില്ല. പിന്നെ നിങ്ങളെ നാട്ടിലേക്ക് തരാൻ ഒരു കാരണമുണ്ട്. നിങ്ങളെ നാട്ടിലേക്ക് ഡേറ്റ് തരാൻ ഒരു കാരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരുടെ സങ്കടങ്ങളും അല്ലാഹു ഇന്നത്തോടെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഒരു കാര്യം ഉറപ്പാ, ലക്ഷക്കണക്കിന് ആളുകളെ മേലെ കൊടക്കാടിന് മണ്ണിൽ വരുന്നുണ്ടെങ്കിൽ അത് ദുആക്ക് ഇജാബത്തുള്ളതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ വന്നവര് ഭാഗ്യമുള്ളവരാണ്. ഇന്നിവിടെ വന്നവര് ഭാഗ്യമുള്ളവരാണ്. നമുക്കറിയാം, ഒരു ദിവസങ്ങള് നമ്മളെ ഒന്ന് കാണാൻ മാസങ്ങളോളം ആളുകൾ ബുക്ക് ചെയ്ത് നിൽക്കും. മാസങ്ങളോളം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഇന്ന് ഒരു മീറ്റിംഗ്, ചുരുക്കം 1000 ചില്ലാൻ ആളുകളാണ് ഒരു മീറ്റിംഗിൽ എൻ്റെ വീട്ടിൽ പങ്കെടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ മീറ്റിംഗിൽ 75 കുടുംബത്തിന് വീട് സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഉസ്താദുമാര് എനിക്ക് പിരിവൊന്നും അറിയില്ല, എനിക്ക് പിരിച്ചാന്നും അറിയില്ല. അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറെ ഹബീബിനെ മുത്തുമണികൾ വാരിക്കോരി കൊടുന്നിരുന്നു. ഉസ്താദന്മാരിങ്ങനെ പിരിക്കണുണ്ടല്ലോ, ഞാനിങ്ങനെ അതൊന്നും അറിയില്ല. ഞങ്ങളോട് പറഞ്ഞു എനിക്ക് പിരിക്കാറിയില്ല. കാരണം അള്ളാഹ് എത്തിച്ചിട്ട് വാരിക്കോരി നൂറെ ഹബീബിന് മുത്തുമണികൾ കൊടുന്ന് തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച 20 മക്കളെ കല്യാണം കഴിഞ്ഞു. ഒരാളേക്കൊന്നും പിരിച്ചിട്ടില്ല. അതുപോലെ സദസ്സുണ്ട്, അതിൽ കിട്ടുന്ന ബക്കറ്റിലെ പൈസ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈ നാട്ടിൽ വന്നതിന്റെ ബറക്കത്ത് കൊണ്ടുള്ള പള്ളിന്റെ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അല്ലാഹു പൂർത്തിയായി കൊടുക്കട്ടെ. ഇവിടെ വരാനൊരു കാരണമുണ്ട്. അതല്ലെങ്കിലും ഇങ്ങോട്ടും വരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്ത് തന്ന ഒരാളാണ് ഞാൻ. ഈ നിഅമത്ത് റബ്ബ് തന്നപ്പോൾ ഒരുപാട് ശത്രുക്കളെ വേട്ടയാടി. ആ സമയത്ത് എന്റെ മജ്‌ലിസിലേക്ക് വഅദ് പറയാൻ ഉസ്താദുമാര് വരില്ല, പേടിയായിരുന്നു. ഉസ്താദുമാർക്ക് പേടിയാണ്. എന്നാൽ നിങ്ങളെ നാട്ടിലെ ഉസ്താദ് പഴമള്ളൂരിൽ എന്താ വഹാബ് ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ വയല് പറയാൻ ഞാൻ വരാറുണ്ട്. അല്ലാഹു ആഫിയത്ത് മാർഗം അല്ലാഹു കൊടുക്കട്ടെ. വയല് പറയാൻ ഞാൻ വരാറുണ്ട്.
അങ്ങനെ മൂപ്പര് വന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് മജ്‌ലിസിൽ വയറ് പറഞ്ഞു. ഇപ്പൊ കുറെ ശരിയായപ്പോ ഞാൻ മൂപ്പരെ വിളിക്കലുമില്ല. കുറെ ശരിയായി ഞാൻ വിളിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ മൂപ്പരോടുള്ളൊരു മുഹബത്ത് കൊണ്ടാണ് ഇന്ന് ഈ സദസ്സിൽ വന്നത്. അതല്ലെങ്കിൽ വരൂല, ഞാൻ എവിടെയും പോക്കില്ല. ഒന്നാമത് എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് എവിടെയും ഞാൻ പോകാറില്ല. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ അതിന്റെ മുമ്പ് ഉസ്താദ് പറഞ്ഞു ഞങ്ങളോട് എന്ത് സ്ഥലത്തിന്റെ കാര്യം. ഒരു 500 എത്ര രൂപ? 1500. ഉസ്താദിന് ഇപ്പൊ 5 ലക്ഷം റുപ്യ ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസം. ഞാൻ മജ്‌ലിസ് നടത്തുന്നുണ്ട്. ആ മജ്‌ലിസ് ഇപ്പോ 2 ഏക്കർ സ്ഥലമാണ്, 2-3 ഏക്കർ സ്ഥലമാണ്. ഇപ്പൊ ഇന്നലെ അതിന്റെ കമ്മിറ്റി ആളുകൾ വന്നിട്ട് പറഞ്ഞു, സ്ഥലം വിൽക്കുകയാണ് തങ്ങളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളി. അപ്പൊ അതിന്റെ ഒരു മീറ്റിംഗ് അപ്പൊ ഒന്ന് കൂടിയത്. കൂടിന്റെ നൂറ് ഹബീബിനെ കൂടെ പറപ്പിങ്ങളെ സ്ഥലത്തിന് 4 കോടി റുപ്യാവും. അത് നൂറ് ഹബീബിന്റെ മുത്തമണികൾ പറഞ്ഞു, അതൊന്ന് വിഷമിക്കണ്ട, 4 കോടിയല്ലേ, അതൊന്നും കാര്യമാക്കണ്ട, ഞങ്ങൾ തരാറ്. ഇവിടെ 5 ലക്ഷം റുപ്യക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അള്ളാഹു ചെയ്യട്ടെ, വിഷമം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്തിരി ആളുകൾ വിചാരിച്ചാലുണ്ടാവും ഓലെ സംബന്ധിച്ച് നാളെ തന്നെ പൈസ കൊടുക്കാം. അപ്പൊ ഞാൻ ഓലോട് ഒരു ഹിക്മത്ത്, ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്താ അറിയോ, നൂറെ ഹബീബിന്റെ തേനുണ്ട്, ഭയങ്കര ഡിമാൻഡാണ്, ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. ആ തേന് ഞാൻ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാൻ, നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന തേനാ നമ്മൾ മന്ത്രിച്ച്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാൻ, ഒരു 2 കുപ്പി കൊടുക്കാം. ഇന്നൊരു സദസ്സിൽ വെച്ചിട്ട് ഇവിടുന്ന് തന്നെ നമ്മളിപ്പോ ഒരു 33 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യും. ആ ദുആ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് തുറന്നു വെക്കുക. എന്നിട്ട് 33 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ അതിലൂതുക. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പള്ള വരെ എന്തൊക്കെ രോഗങ്ങൾ തന്നിട്ടുണ്ടോ അല്ലാഹു ആ തേന് കൊണ്ട് അല്ലാഹു ശിഫ നൽകട്ടെ. നിങ്ങൾക്കറിയോ, ഒരു ദിവസം പല ആളുകൾക്കും അറിയാം, എന്നെ കുറിച്ചറിയാം, ഒരു ദിവസം എൻ്റെ വീട്ടിൽ 1000 ആളുകൾ വരും. 1000 ഒരു ദിവസം 1000കണക്കിന് ആളുകൾ വീട്ടിൽ വരും. സുബ്ഹാനല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങള്, ഒരുപാട് പ്രയാസങ്ങൾ. ഒത്തിരി ആളുകൾ വന്നിട്ട് സങ്കടങ്ങൾ പറയും. ഇന്നലെ ഒരു ഉമ്മ ഒരു വാപ്പയും എൻ്റെ അടുത്ത് വന്നിട്ട് 2 മോതിരം സമ്മാനിച്ചു. 2 മോതിരം കേൾക്കണട്ടോ, 2 മോതിരം എനിക്ക് തന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോള് ഖബറിലാണ്, എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ദ്വാരിക്കണേ. ഞാൻ പറഞ്ഞു എപ്പോഴാ മരിച്ചെന്നോട് പറഞ്ഞു, 10 ദിവസമായി മരിച്ചിട്ട്, 10 ദിവസമായി. എന്ത് സംഭവിച്ചു ചോദിച്ചപ്പോ 22 വയസ്സുള്ള പൊന്നുമോള് കഴിഞ്ഞ മാസം നല്ലൊരു ജോലി കിട്ടി. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുപാട് മോഹങ്ങളുമായി ദുനിയാവിൽ ജീവിക്കുകയാണ്. അതിൻ്റെ പനിച്ചു. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാൻ. സുബ്ഹാനല്ലാഹ്. 10 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു. 11ാമത്തെ ദിവസം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, അല്ലാഹ് പൊന്നുമോളെ ഖബറിൽ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളെ മക്കളൊന്നും നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മളെ മക്കളെ മയ്യത്ത് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ വരുത്താതെ കിട്ടില്ല. ഇപ്പൊ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി വന്നു. അതും 22 വയസ്സാണ്. എന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ ഒക്കെ തിരിക്കുന്ന പെൺകുട്ടിക്ക് 8 മാസമാണ്. എനിക്ക് ബ്രസ്റ്റിന് ക്യാൻസറാണ്. എനിക്ക് മരിക്കാൻ പേടിയാണ്. ഞാൻ മരിച്ചാൽ എന്റെ കണ്ണടയൂല. കാരണം എന്റെ മക്കള് ചെറുതാണ്. അതുകൊണ്ട് അവിടുന്ന് ആയുസ്സിന് ദ്വാരിക്കണേ, എന്റെ രോഗം മാറാൻ ദ്വാരിക്കണേ. മേലെ കൊടക്കാടിന്റെ മുറ്റത്ത് വരുന്നവർക്കറിയാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പൊന്നുമോളെ രോഗമുള്ള ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ രോഗത്തിനും മരുന്നാണ് തേന്.
എല്ലാ രോഗത്തിനും മരുന്നാണ് തേന്. അലൈക്കും ബിശ്ശിഫാഇനിൽ ഖുർആൻ വൽ അസ്ൽ ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. മരണമല്ലാത്ത എല്ലാ രോഗത്തിനും തേനൊരു മരുന്നാണ്, എല്ലാത്തിനും ഒരു മരുന്നാണ്. 33 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. ഓരോരോ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോഴും അതിലൂടണം, അല്ലാഹുവേ തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ല വരെ എന്തൊക്കെ മാരകമായ രോഗങ്ങൾ റബ്ബ് തന്നിട്ടുണ്ടോ അതുകൊണ്ടല്ല ശിഫയാക്കി തരട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി 1 ടീസ്പൂൺ ആഫിയത്തുല്ലാഹു നൽകട്ടെ. ആരൊക്കെ തേന് കഴിക്കുന്നുണ്ടോ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹു ബുദ്ധി നൽകട്ടെ. എന്താ എന്റെ കൂടെ പറപ്പിങ്ങള് പാവങ്ങളാണ്, പൈസക്കാരൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങള് പിന്നെ പേര് ഇതൊക്കെ വേഗം കൊടുക്കണം. 2 കുപ്പി വാങ്ങിയിട്ട് മോനെ ആദ്യം എനിക്കൊരു കുപ്പി വേണ്ട കേട്ടോ, അതെല്ലാരും വാങ്ങണം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. 2 കുപ്പി വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാൻ ബാക്കി കൊടുത്തില്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് എന്ത് ചെയ്യണം. ഞാനും ഇന്ത്യക്ക മരുന്ന് ഇതാണ്, തങ്ങളിവിടെയൊക്കെ മരുന്ന് ഇതാണ്. അല്ലാഹു എന്നിട്ട് അത് തുറന്ന് പിടിക്കണം. ഈ സദസ്സിൽ വെച്ച് തന്നെ നമ്മൾ കുടിക്കണം. 1 ടീസ്പൂൺ ഈ സദസ്സിൽ വെച്ചിട്ട് തന്നെ കുടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാരകമായ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാരും അത് വിറ്റാ അത് എല്ലാരും വാങ്ങിയാൽ തന്നെ നമ്മളെ കടങ്ങൾ എന്താ, അതൊരു മരുന്നാണ്. അത് തുറന്ന് വെക്കണം. എന്നിട്ട് സ്വലാത്തുൽ ഫാത്തിഹ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഖദ്രിഹി വമിഖ്ദാരിൽ അളീം. സ്വലാത്തുൽ ഫാത്തിഹ വല്ലാത്ത മരുന്നാണ്, വല്ലാത്ത മരുന്നാണ്. 1 സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലമാണ്. സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കണം. ഈ സ്വലാത്തിനെ കുറിച്ച് അറിയുന്നവർ ഇതിനെ കുറിച്ച് പഠിക്കണം. സ്വലാത്തുൽ ഫാത്തിഹ അത് വല്ലാത്ത മരുന്നാണ്. അത് വല്ലാത്ത മരുന്നാണ് സ്വലാത്തുൽ ഫാത്തിഹ. അതിനെക്കുറിച്ച് ഇമാമിങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ സ്വലാത്തുൽ ഫാത്തിഹ അത് വല്ലാത്ത മരുന്നാണ്. വർത്താനം പറയരുത്. സുബ്ഹാനല്ലാഹ്. മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ആ തേന് കഴിക്കുന്നതോടുകൂടി പടച്ച റബ്ബേ ഒരു പള്ളിന്റെ ഇനിയിപ്പോ തേനുകളെ വീട്ടിൽ 100 ഹാബിബ് ഉണ്ടെങ്കിലും നിങ്ങൾ വാങ്ങണം. കാരണം ഒരു മഹത്തായ മജ്ലിസാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ പറന്നിറങ്ങുന്ന മജ്ലിസാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ വഫഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാം വദ്ദിക്രി വതിലാവത്തിൽ ഖുർആൻ. എല്ലാവരും മയക്കൂട്ടോ. അല്ലാഹുവേ അത് ആരൊക്കെ വാങ്ങിയിട്ടത് അത് ഇൻഷാ അല്ലാഹ് 33 ഖുൽ ഹുവല്ലാഹ് ഓതി 33 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ആ തേനിൽ നമ്മൾ ഊതുമ്പട് വെച്ചിട്ട് എന്നിട്ടത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ 1 ടീസ്പൂൺ നമ്മൾ കഴിക്കുമ്പോ പറയണം, എത്ര വലിയ ഷുഗറുകാരനാണെങ്കിലും അല്ലാഹു പെട്ടെന്ന് അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അവയവങ്ങൾക്ക് അല്ലാഹു കേടുപാട് തരാതിരിക്കട്ടെ. എനിക്ക് ഷുഗറാണ് റബ്ബേ അങ്ങനെ പറയണ്ട ഇൻഷാ അല്ലാഹ് കേട്ടോ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് വാങ്ങണം. അതങ്ങൾക്ക് ഇത് വെറുതെ ആവില്ല, നിങ്ങൾക്ക് വെറുതെയാവില്ല. എന്നാൽ സ്വലാത്തുൽ ഫാത്തിഹ ശ്രദ്ധിക്കണം കേട്ടോ. താലിമീങ്ങൾ ഇരിക്കുന്ന ബറക്കത്ത് നൽകണം അല്ലാഹു. ആരൊക്കെ തേന് വാങ്ങുന്നുണ്ടോ, എന്തൊക്കെ രോഗത്തിന് വേണ്ടിയാണോ അത് കഴിക്കുന്നതെങ്കിൽ ഖാലിഖായ പടച്ച റബ്ബേ
ആ നീയത്ത് വെച്ച് കഴിക്കുന്നതൂല്ല. സുബ്ഹാനല്ലാഹ്. അത് നിങ്ങൾക്ക് അറിയില്ലല്ലേ? എന്നാ അങ്ങനത്തെ സ്വലാത്ത് നിങ്ങൾ കേട്ടിക്കണം. അൽഹംദുലില്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹ എല്ലാ സ്വലാത്തിനേക്കാളും മുമ്പിലാണ് സ്വലാത്തുൽ ഫാത്തിഹ. പക്ഷെ അത് നമ്മളെ നാട്ടിലാണ് ഇപ്പൊ അത് അറിയപ്പെടാൻ തുടങ്ങിയത്. മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്നിട്ട് ചൊല്ലുന്ന സ്വലാത്ത്. ചോദിച്ചാൽ ഉത്തരം ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഒരുപാട് യൂട്യൂബർമാരും ഒരുപാട് ആളുകളും ഈ മജ്ലിസ് തകർക്കാൻ വട്ടമിട്ട് പറന്നിട്ട് നടക്കാത്തത്? എന്താ? ഞാൻ ചൊല്ലുന്ന സ്വലാത്ത് ഇത് വല്ലാത്ത അത്ഭുതമാണ്. ഒരു ദിവസം 1,00,000 ആളുകളാണ് എന്റെ കൂടെ സ്വലാത്ത് ചൊല്ലുന്നത്. ഒരു ദിവസം 1,00,000. പിന്നെ മുഹമ്മദിന് ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അതാണ് സ്വലാത്തുൽ ഫാത്തിഹ. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ആരെങ്കിലും ഒരാള് ഒരു ദിവസം ഒരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണെങ്കിൽ അവൻ ദുനിയാവിൽ നിന്ന് മരിച്ചു പോവുക എന്ന് ഇമാം തീജാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ അത് സാധാരണ സ്വലാത്തല്ല. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷമാണ് പ്രതിഫലം. അത്ര പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്ത് വേറെ, അത്ര പ്രതിഫലം കിട്ടുന്ന വേറൊരു സ്വലാത്തില്ല. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരു സ്വലാത്താണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലമാണ്. 6 ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. ആ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലുന്നുണ്ടെങ്കിൽ അവൻ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന സമയത്ത് അവൻ ഈമാനോട് കൂടി മാത്രമായിരിക്കും മരിക്കുക എന്ന് തീജാനി തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബക്കരി തങ്ങള് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ? ചോദിച്ചാൽ ഉടനടി ഉത്തരം തരുന്ന ഒരു സ്വലാത്ത് പറഞ്ഞു തരുമെന്ന് ബക്കരി തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ചോദിച്ചാൽ ഉത്തരം കിട്ടണം, അങ്ങനത്തെ ഒരു സ്വലാത്ത് പറഞ്ഞു തരൂ. അങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങിയൊരു കൊല്ലമല്ല, 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 20 കൊല്ലമല്ല, 30 കൊല്ലമല്ല, 40 കൊല്ലം ഇങ്ങനെ ദ്വാരുന്നു. 50 കൊല്ലമായി ബക്കരി തങ്ങൾ അങ്ങനെ ദുആ ചെയ്യും. അല്ലാഹുവേ, ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നൊരു സ്വലാത്ത് പറഞ്ഞു തരുമോ? അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. 60 കൊല്ലം കഴിഞ്ഞു, 70 കൊല്ലം കഴിഞ്ഞു, 79 കൊല്ലം കഴിഞ്ഞു. 80ാമത്തെ കൊല്ലം അല്ലാഹു പ്രകാശത്തിന്റെ രൂപത്തിൽ അറിയിച്ചു കൊടുത്ത സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. എല്ലാ രോഗത്തിനും മരുന്നോ, എല്ലാ പ്രയാസത്തിനും മരുന്നാണ്. നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾ ഒരു നിയ്യത്ത് വെച്ചിട്ട് ഈ ഇൽമിന്റെ സദസ് എന്ന് പറയാം. ഇന്നിപ്പോ ഞാൻ വരുന്ന സമയത്ത് ഈ എന്റെ വീട്ടില് ഒരു ദിവസം എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നുണ്ട്. എന്റെ കൂടെ പറപ്പിങ്ങൾ അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും അറിവും അല്ലാഹു കൊടുക്കട്ടെ. ഒരു ഒത്തിരി നൂറ് ആഫിയുടെ അല്ലാത്തോലുണ്ട്, അവർക്ക് അല്ലാഹു തോട് പറക്കത്തി കേട്ടോ. അപ്പോ കേൾക്കണങ്ങള് ഒരു ദിവസം 1000 ആളുകൾ വരും. ഇപ്പൊ ഞാൻ ഒരുപാട് ജീവക്കാരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ 75 പേർക്കാണ് 1,00,000 രൂപ വരുന്ന സ്ഥലം 75 പേർക്ക് 4 സെന്റ് സ്ഥലം ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ തീരുമാനിച്ചു. 20 കുട്ടികളെ കല്യാണം കഴിഞ്ഞു. 50 കുട്ടികളെ ഇപ്പൊ ഞാനൊരു കൊല്ലം കൂടി കെട്ടിച്ചു. ഇപ്പൊ 70 കുട്ടികളെ കെട്ടിച്ചു. ഒരു കുട്ടിനെ കെട്ടിക്കണമെങ്കിൽ 3.5 ലക്ഷം റുപ്യാണ്. അപ്പോ ഒരു 1.5 കോടി റുപ്യ ചെലവാ കുട്ടികളെ കെട്ടിക്കാൻ മാത്രം. ഇപ്പൊ 20 മക്കളെ ഞാൻ കെട്ടിച്ചു. മൊത്തം 70 കുട്ടികളായി. 3.5 ഏക്കർ സ്ഥലം വാങ്ങി എത്തിയ മക്കൾക്ക്. ഒരുപാട് എത്തിയ മക്കളെ ഞാൻ ഏറ്റെടുത്തു. ഒരുപാട് മരുന്ന്, ഉമ്മമാരെ താമസിക്കാൻ വേറൊരു ബിൽഡിങ്,
ഒരു മഖ്ലൂക്കിന്റെ അടുത്ത് പോയിട്ടും ഒരു ഉറുപ്പ്യ പിരിച്ചിട്ടില്ല. ഞാൻ നൂറെ ഹബീബിന്റെ തങ്ങളാണ്. ഞാൻ ഒരുപാട് മക്കളെ നോക്കുന്നുണ്ട്, ഒരുപാട് പാവങ്ങളെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മഖ്ലൂക്കിന്റെ അടുത്ത് ചെന്നിട്ട് എന്തില്ല, പിരിച്ചിട്ടില്ല. എന്തറിയോ, ഞാൻ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, ഇന്ന് ഞാൻ വരുന്ന സമയത്ത് ഒരാൾ 50,000 ഉറുപ്പ്യ കൊടുത്തു. എത്തിയ മക്കൾക്കും പാവങ്ങൾക്കുള്ളതാണ്. ഇപ്പൊ 25 മക്കളെ കല്യാണം ഇൻഷാ അല്ലാഹ് നവംബറിൽ 25 മക്കളെ കല്യാണം 4-5 പവനൊക്കെ കൊടുത്ത്. ഇപ്പൊ മെയ് മാസത്തിലും കല്യാണം. ഇപ്പൊ 2 ഹൈന്ദവ കുട്ടികൾ വന്നു, ഒരു ഗതിയില്ല. വല്ലപ്പോഴത്തെ മഹലിന്റെ എഴുത്തുമായിട്ട് ഹൈന്ദവ സഹോദരൻ വന്ന്, സഹോദരി നമ്മളെ നാടിന്റെ മതമൈത്രിയാണ്. അതൊക്കെ റബ്ബ് തന്ന ഇത്ര നൂറെ ഹബീബിന്റെ മുച്ചുമണികള്. ഇതൊക്കെ എന്താ അറിയോ, നമ്മള് അവിടെ വന്ന് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി അള്ളാഹു കൊടുത്ത നിഅമത്ത് കൊണ്ടാണ് ഇത്തരൊക്കെ കാര്യം നമ്മൾ ചെയ്തത്. ഇത്തരൊക്കെ കാര്യം. അപ്പൊ അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കോ. നിങ്ങളെ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു മാറ്റിത്തരട്ടെ. 2 ദിവസം വണ്ടി കുത്തിരിക്കണം. 2 ദിവസം വണ്ടിയിലിരിക്കണം. അള്ളാഹു തന്ന നിഅമത്തിന് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഒരു നിയ്യത്ത് വെക്കുക. എവിടെയും പോകാറില്ല, ഇനി എവിടേക്ക് പോകണമില്ല. അപ്പൊ നിങ്ങളെ മജ്ലിസാണ്, ഉസ്താദിനോടുള്ള ഒരു അമിതമായ ഒരു സ്നേഹമാണ്. എപ്പോഴും എൻ്റെ അടുത്ത് വരും. ഇപ്പൊ കഴിഞ്ഞ ഉസ്താദങ്ങൾ വന്നിരുന്നു അല്ലേ. അള്ളാഹു ഈ നാടിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് 5 ലക്ഷം ഉറുപ്പ്യ എന്നൊക്കെ പറഞ്ഞാല് നമ്മളൊക്കെ സംബന്ധിച്ച് ചെറിയ പൈസയാണ്. ഈ നാടിനെ സംബന്ധിച്ചത് വലിയൊരു പൈസയാണ്. ഇൻഷാ അല്ലാഹ് അപ്പൊ ഞാൻ കുറെ എന്തെങ്കിലും വായിച്ചു, ഈ എഴുതിയവരൊക്കെ കൊടുക്കണം കേട്ടോ. അല്ലേ, എഴുതിയവരൊക്കെ ഇൻഷാ അല്ലാഹ് കൊടുക്കണം. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായി, അത് ഹക്കായി. ഇൻഷാ അല്ലാഹ് എല്ലാരും ആ സ്ലിപ്പില് നാളെ ഖബറിൽ കിടക്കുമ്പോ സന്തോഷത്തോടെ കിടക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് തുറന്നു പിടിക്കാത്തതിന് എന്നിട്ട് നമ്മളെ 33 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. 33 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. 33 ഖുൽ ഹുവല്ലാഹു. അതിൽ ഊതണങ്ങള് വർത്താനം പറയരുത്. ഒരു നിയ്യത്ത് വെച്ച് തന്നാൽ പിന്നെ വർത്താനം പറയരുത്. എന്നിട്ട് നമ്മൾ 33 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ഖുൽ ഹുവല്ലാഹു ഓതി ഇൻഷാ അല്ലാഹ് അല്ലാഹുവോട് പറയണം, എന്തൊക്കെ മാരകമായ രോഗങ്ങൾ എന്റെ ശരീരത്തിലുണ്ടോ ആ വൈറസുകൾ കരിച്ചുകൊണ്ട് റബ്ബേ എന്ന് പറഞ്ഞൊരു ടീസ്പൂൺ നമ്മൾ കഴിക്കണം. ഒന്നായിട്ട് കുടിച്ചരുത് കേട്ടാ. ഒരു ടീസ്പൂൺ കഴിക്കുക. നമ്മളെ മക്കള് അല്ലെ പഠിക്കുന്ന മക്കൾക്ക് ഏറ്റവും നല്ല മരുന്നാണത് കേട്ടോ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കുടിക്കാം. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. പെട്ടെന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. ഞാൻ 10 മണിക്ക് നിർത്തുന്നവരോട് പറഞ്ഞതാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും തുറന്നു വെക്കുക, ഒരു നിയ്യത്ത് വെച്ച് തരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂലാക്കട്ടെ. സങ്കടങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ കേട്ടോ മറക്കാതെ ചൊല്ലുക. എല്ലാ ദിവസവും യൂട്യൂബിലുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നൂറെ ഹബീബിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടി എല്ലാവരുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. പെണ്ണുങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഒരൊറ്റ തലമുടി കാണാൻ പാടില്ല, ഒരു മുടി കാണാൻ പാടില്ല. എന്നൊക്കറിയോ ഒന്ന് പറഞ്ഞിട്ട് നമ്മള് കാരണം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സില് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു പാഠം പറഞ്ഞുതരാം. പെണ്ണുങ്ങളെ, ഇതിനൊക്കെ ഒരു പാടാണ്. ഒരുപാട് ആളുകൾ വന്നിട്ട് പറയും ദ്വാരക്കലുണ്ട്, പക്ഷെ ഉത്തരം കിട്ടണില്ല. ഒരുപാട് ദ്വാരക്കലുണ്ട്, പക്ഷേ എത്ര ദുആ ചെയ്താലും സങ്കടങ്ങളാണ്.
ഞങ്ങളെ ദുആ ചെയ്തിട്ട് റബ്ബ് സ്വീകരിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഇബ്രാഹിമിനെ ചുരുക്കി പറയാം, കഥ ചുരുക്കി പറയാം. ചുരുക്കി 1 മണിക്കൂർ പറയാനുള്ളത് 1 മിനിറ്റ് കൊണ്ട് പറയണം. നിങ്ങളിപ്പോ പറയും ശരിയാണ്, തങ്ങളെ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ടാണ് നമ്മളെ ദുആക്ക് ഇജാബത്ത് കിട്ടാതെ ഇപ്പൊ പെണ്ണുങ്ങൾ പറയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി നമ്രൂദിന്റെ പട്ടാളം തീരുമാനിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചു കൊണ്ടുവന്നു ഒരു അമ്പിന്റെ മുമ്പിൽ നിർത്തി. വലിയ തീക്കുണ്ടാര, അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നമ്രൂദിന്റെ പട്ടാളം തീരുമാനിച്ചു. അങ്ങനെ വലിയൊരു അമ്പമ്പില്ല് കൊണ്ടുവന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിലേക്ക് വീണില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വീണില്ല. ഒരുപാട് തവണ ശ്രമിച്ചു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വീണില്ല. നമ്രൂദ് അന്തം വിട്ടുപോയി. എന്താണിത് സംഭവം? അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ വരുന്നുണ്ട്. ആ മനുഷ്യൻ ചോദിച്ചു, എന്താ നമ്രൂദേ, എന്താ? പറഞ്ഞു, ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ട് ഇബ്രാഹിം തീക്കുണ്ടാരത്തിലേക്ക് വീകുന്നില്ല. അപ്പൊ വന്ന മനുഷ്യൻ ആരറിയാം? ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് പറയാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിനക്ക് സാധിക്കൂല. കാരണം എന്താ? ആ തീക്കുണ്ടാരത്തിന്റെ ചുറ്റും ഇവിടെ എല്ലാ സ്ഥലത്തും റഹമത്തിന്റെ മലക്കിനെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ആ റഹമത്തിന്റെ മലക്ക് ഇബ്രാഹിം നബിയെ സംരക്ഷിക്കാണ്. പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് കേട്ട്, നാളെ മുതൽ നിങ്ങളെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വീണില്ല. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ്, ആ തീക്കുണ്ടാരത്തിൽ വീകാത്തത് ആ തീയിന്റെ ചുറ്റും, അതുപോലെ തന്നെ ഇബ്രാഹിമിന്റെ പരിസരം മൊത്തം അള്ളാഹു റഹമത്തിന്റെ മലക്കിനെ കൊണ്ട് ധന്യമാക്കിക്കാണ്. അപ്പോ ഇബ്ലീസ് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു നമ്രൂദിന്, അടക്ക് ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയണമെങ്കിൽ ഇത് കുറച്ച് പെണ്ണുങ്ങളെ കൊണ്ട് നിർത്ത്, എന്നിട്ട് അവരെ ഔറത്ത് വെളിവാക്ക്. അങ്ങനെ നീ ചെയ്താൽ എല്ലാ മലക്കുകളും പോകും. അപ്പൊ നിനക്ക് ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ കുറെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നു, അവിടെ നിർത്തി. എന്നിട്ട് തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിമിനെ വലിച്ചെറിഞ്ഞു. പെണ്ണുങ്ങളെ നിർത്തിയ റഹ്മത്ത് ഔറത്തൊക്കെ വെളിവാക്കി റഹ്മത്തിന്റെ മലക്ക് പോയി. തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി വീണു. ഇബ്രാഹിം അവിടെയും റഹ്മത്തിന്റെ മലക്ക് തീക്കുണ്ടാരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇബ്രാഹിം നബിനെ കാത്തു. അപ്പോ നിങ്ങള് എല്ലാ ദിവസവും ദ്വാരക്കലുണ്ടാവും, അല്ലാഹുവേ നീ റഹ്മത്ത് കൊണ്ടാ, നീ ബറക്കത്ത് കൊണ്ടാ. അള്ളാഹിനോട് നിങ്ങൾ ഇങ്ങനെ ദ്വാരിക്കും. നിങ്ങളെ വീട്ടിൽ നിങ്ങളും ഭർത്താവും നിങ്ങളെ മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ദ്വാരന്ന് എഴുന്നേറ്റു. ഇപ്പൊ നിങ്ങൾ സുബൈക്ക് നൂറ ഹബീബിന്റെ മജ്‌ലിസിലിരുന്നു. എന്നിട്ട് ഞങ്ങൾ ദുആ ചെയ്തു, അല്ലാഹ് ഈ മജ്‌ലിസിലെ പങ്കെടുത്തവർക്ക് റഹ്മത്ത് നൽകണേ, സങ്കടങ്ങൾ മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞതുമായിരുന്നു. നിങ്ങൾ ആമീൻ പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ നിങ്ങളും നിങ്ങളെ ഭർത്താവും നിങ്ങളെ മക്കളും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങള് ഭക്ഷണമൊക്കെ പാകം ചെയ്യും. അപ്പൊ പുറത്തുള്ള ആൾക്കാരില്ലല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ എന്താകൂല, തലയിൽ മക്കനിടൂല. ചില പെണ്ണുങ്ങൾ തലയില് നമ്മളെ വീട്ടില് പുറത്ത് ആരും കാണാനില്ല. നിങ്ങളാണെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹിനോട് ദുആ ബറക്കത്തിന് വേണ്ടി അല്ല ദുആ കേട്ടു. മലക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, മലക്കേ ഇന്നത് വീട്ടിൽ നിന്ന് ഇന്നാള് ദുആ ഇരുന്നിട്ടുണ്ട്, അവിടെ ബറക്കത്ത് കൊടുക്കണം. ഞാൻ മലക്ക് ഞാൻ വീട്ടിലേക്ക് പോയിക്കോ. നമ്മളെ വീട്ടില് നമ്മളെ ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും. പുറത്ത് ആരില്ലാത്തത് കൊണ്ട് എന്തില്ല, ഓല് തലയില് മക്കനില്ലാത്തത് ശ്രദ്ധിക്കൂല. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. ഓല് തലയിൽ മക്കനിടുന്നത് ശ്രദ്ധിക്കൂല.
അപ്പൊ റഹ്മത്തിന്റെ മലക്ക് ഇങ്ങനെ വരുമ്പോ നമ്മളെ വീട്ടിൽ എന്തുണ്ടാവില്ല, തലയിൽ മക്കന ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? മലക്ക് എന്ത് ചെയ്യും? തിരിച്ചു ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ദ്വാരിക്കും. അപ്പൊ അല്ലാഹു റഹ്മത്തിന്റെ മലക്ക് ഇറക്കി തരും. നിങ്ങളെ മുടി കാണിച്ചാൽ റഹ്മത്തിന്റെ മലക്ക് തിരിച്ചു പോകും. നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മാറൂല. അതുകൊണ്ട് നാളെ പടച്ചിറപ്പിന്റെ ഉത്തരം വേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഔറത്തൊക്കെ മറച്ച് തലമുടിയൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് റെഡിയാക്കി ഉസാറായിട്ടിരിക്കുക. എല്ലാവരും എണീറ്റ് നിൽക്കുക. ഇൻഷാ അല്ലാഹ് ഒന്ന് എണീറ്റ് നിൽക്കുക. ഉണ്ടാവില്ല, ഒരു വിഷമം റബ്ബ് തരൂല, ഉറപ്പാ, ഒരു സംശയമില്ല. ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു ചെറിയ നൂറാബിന്റെ മജീസിന് കേട്ടോ അല്ലേ? മാഷാ അല്ലാഹ്. നിങ്ങളെ നാടിനെ സംബന്ധിച്ച് ഇത്രത്തോളം ആൾക്കാരെ അല്ലേ? ഇതിലോ കർണാടകക്കാരൊക്കെ ഉണ്ടോ? പാട്ട് പറഞ്ഞു. തങ്ങൾ പറഞ്ഞതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ് 33 ചെല്ലാൻ പോവാണ്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ തന്നെ ചൊല്ലുക. ഓരോ സ്വലാത്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിലേക്ക് മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഊതല്ല, ഇഷ്ഫി എന്ന് പറയാം. അള്ളാഹു ഈ നാട്ടിൽ തന്നെ അനുഭവം മുറിച്ചു മാറ്റിയ ഷുഗർ വരെ മാറിയ ചരിത്രങ്ങളുണ്ട്. അങ്ങനത്തെ ആളുകൾ, ഈ രോഗികൾ ഈ കൂട്ടത്തിൽ പ്രത്യേകം നമ്മുടെ ഈ പരിപാടിയുടെ മൈക്ക് പെർമിഷൻ വാങ്ങിത്തരാൻ വേണ്ടി നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങാറുള്ളത് ഈ പ്രാവശ്യം തന്നെ. എപ്പോഴും ഞങ്ങൾ പാപ്പനോട് പറഞ്ഞു, ഓർമ്മ ഉണ്ടോന്നറിയില്ല. ഈ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരിയാണ്. മാത്രമല്ല തങ്ങളെപ്പോലെ ഒരു സാമൂഹ്യ ഈ മഹലിൽ തന്നെ ഒരു സഹോദരി, 3 പെൺകുട്ടികളും ചെറിയൊരാളും ആ സ്ലിപ്പ് വാങ്ങിയിട്ട് പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞു, ആൾക്കാരുണ്ടാവില്ല, 4 പൈസകൾ പിരിച്ചോളിന്നായിരുന്നു. ഇന്നൊന്നും സമയമില്ലല്ലോ, ഞാൻ നേരത്തെ വരും ചെയ്തു. പിന്നെ എവിടെയും പോയി നമ്മളിങ്ങനെ ഇരിക്കലില്ല. വേഗം പരിപാടി നടത്തി പോവാം. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇവർ നെയ്യത്ത് വെച്ച് തരും. ആ നെയ്യത്ത് വെച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരിക്കരുത്. പിന്നെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ഒരു 33 കൊല്ലുവല്ല ചൊല്ലി ഓരോരോ കൊല്ലുവതിൽ ഊതണം. അവസാനം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുമ്പോൾ ഒരു ടീസ്പൂൺ കഴിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. أرحم الراحمين. أرحم الراحمين. راجات العجنايا. രാജാതി രാജനായ കരുണക്കടലായ അല്ലാഹ്. കരുണക്കടലായ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്ന് ഈ മജ്‌ലിസിലേക്ക് വന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളെ ദുആയിൽ പങ്കെടുക്കാനാണ്. അതുകൊണ്ട് റബ്ബേ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളും ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ ദുഃഖങ്ങളും ഞങ്ങളെ ദുരിതങ്ങളും ഞങ്ങളെ കഷ്ടതകളും ഞങ്ങളെ കഷ്ടപ്പാടുകളും എല്ലാം മാറ്റിക്കൊണ്ട് റബ്ബേ നിങ്ങളെ വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ, വിഷമമുള്ളവര് രോഗങ്ങളുള്ളവര് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ. إلى حضرة نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله 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 الله. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. إلهي أنت مقصودي فرضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. اللهم اشف أمراضنا يا شافي الأمراض. اللهم اشف أمراضنا يا شافي الأمراض. اللهم اقض حاجاتنا يا قاضي الحاجات. الله قبولك يا الله قبولك يا الله. ബായി മടക്കല്ല റബ്ബേ. പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ ദിവസം വെള്ളിയാഴ്ച രാത്രിയാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. അല്ലാഹു ധന്യമാക്കപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد اذهب البأس رب الناس اشف عند الشافي لا شفاء لا شفاؤك شفاؤك شفاء تام لا
يغادر سقما ولا ألا الشفاء إن شاء الله الله ശിഫ നൽകട്ടെ. എല്ലാ രോഗം മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു ടീസ്പൂൺ ഒരു മൂടി കൊഴിച്ചാണ് കയ്യമ്മ കൊയ്ക്കാതെ ഒരു മൂടി കൊഴിച്ചിട്ട് കുടിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ രോഗങ്ങളുണ്ടോ അല്ലാഹു ശിഫ നൽകട്ടെ. എന്തെല്ലാം അല്ലാഹു ശിഫ അല്ലാഹുവിന് എന്ത് രോഗം ഉണ്ടെങ്കിലും അല്ലാഹു ശിഫ ആക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് വീട്ടിൽ കൊണ്ടുപോയി പാത്തു വെക്കരുത്, നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുക. ബുദ്ധിൽ അല്ലാഹു നല്ല ബുദ്ധത്തിൽ അല്ലാഹു കൊടുക്കുക. അസീസ്ക അവിടുത്തെ ഒരു ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഉമ്മ. ഇപ്പൊ കഴിഞ്ഞ മരിക്കുന്നതിന്റെ മുമ്പത്തെ ആഴ്ച പോലും എന്നെ വന്ന് കണ്ടു, ദ്വാരക്കാൻ ഏൽപ്പിച്ചു. പക്ഷെ ഒന്നും ഓർക്ക് ഞാൻ ഫാത്തി ഓതുന്നുണ്ട്. എല്ലാ ദിവസവും ലൈവില് ഫാത്തി ഓതലുണ്ട്. മാഷാ അല്ലാഹ്. മകനെ 1,00,000 റുപ്യ കിണറ്, അതൊക്കെ അള്ളാഹു കൊടുത്ത നിഅമത്താ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊന്നും വെറുതെ ആവില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇനിയും സഹായിക്കണം, ഇനിയും നിങ്ങൾ സഹായിക്കണം ഇൻഷാ അല്ലാഹ് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂറെ ഹബീബിന്റെ മുത്തുമണികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദിനോട് നീട്ടി ദ്വാരക്കാനാ പറഞ്ഞു. നീട്ടി ദ്വാരക്കറിയില്ല, ദ്വാരക്കില്ല നീട്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് തോനെയൊന്നും ദ്വാരക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എന്റെ ഒച്ച ഇങ്ങനെയല്ല, തണുപ്പ് എന്റെ ഒച്ച എന്റെ ഒച്ച ഇങ്ങനെയല്ല. ഏതെന്നുണ്ടല്ലേ അല്ലാഹു ബർക്കത്ത്. ഇതൊന്നും വെറുതെ ആവില്ല. ചോദിക്കുന്നത് സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ ലൈവ് കാണുന്ന ഒത്തിരി ആളുകളുണ്ട്. മദീന കാണാതെ റൂഹിനുള്ള പിടിക്കാതെ കിട്ടുക, മദീന കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഒരു തവണ ഞാൻ മദീന കാണാൻ ആഗ്രഹിച്ചു. ഇപ്പൊ ഞാനൊരു മാസത്തിലൊരു വട്ടം പോകും. ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരാഴ്ചയായിട്ട് ഇപ്പൊ ഞാൻ മദീനത്ത് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് സിയാറത്ത് ചെയ്ത് ആ മദ്രസ ഉദ്ഘാടനത്തിന്റെ അന്നാണ്. കഴിഞ്ഞ ഈ ദിവസം ഞാൻ വിളിച്ച്, കഴിഞ്ഞ ഈ ദിവസം രാവിലെ ഞാൻ മദീനത്തായി. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ പിഞ്ചു മക്കളെ നോക്കുകയാണെങ്കിൽ ഹിഫ്ള് പഠിക്കുന്ന ഓലെ കാണുമ്പോൾ ഓലെ പ്രായത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഉറങ്ങേണ്ട പ്രായം. അല്ലാഹു നമ്മളെ മക്കളെ ഉന്നതകൾ അല്ലാഹു എത്തിക്കട്ടെ കേട്ടോ. അല്ലേ കബീർ അൻവരി നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇരുന്നക്കണല്ലേ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ദ്വാരിക്കണം. ഈ തേന് കൊണ്ടുപോയിട്ട് വീട്ടിൽ മൂടി വെക്കരുത്, മക്കൾക്ക് കൊടുക്കണം, രോഗികൾ കുടിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരു ഇനിയും ഇൻഷാ അല്ലാഹ് ഉസ്താദ് നിങ്ങളോട് ചോദിക്കുമ്പോ കേട്ടോ നിങ്ങൾ വാരിക്കോരി കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. എനിക്ക് ഇങ്ങോട്ട് പറയാൻ തരാം. ഈ ഉസ്താദെ ഇപ്പൊ ഒരുപാട് ആളുകൾ എഴുതിയിട്ടില്ലേ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി, അതൊക്കെ ഹൈറുണ്ടാവും കേട്ടോ. അതൊക്കെ ഒരു ഐഡിയനൊക്കെ അതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒത്തിരി ആൾക്കാരെ അൽഹംദുലില്ലാഹ് പിന്നെ എന്ത് ചെയ്യും, സഹായിക്കും കേട്ടോ. അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. തോന്ന സമയം ദ്വാരിക്കില്ല, പിന്നെയും പറയാണ്. ഒച്ചല്ല കേട്ടോ. അല്ലാഹു ഒത്തിരി ദൂരത്ത് നിന്ന് വന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ എന്തൊക്കെ സങ്കടങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم أوثل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم
اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة بعثه مقاما محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تغرنا رؤيته وأوردنا حوض المورود. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام والذكر وتلاوة القرآن. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ ഓതിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖാലിഖായ പടച്ച റബ്ബേ, നൂറെ ഹബീബിന്റെ മുത്തുമണികളുണ്ട്, അതല്ലാത്തവർ ഈ മജ്ലിസിലുണ്ട്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് സ്വാലിഹായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്കൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണമല്ലാ. അവർക്കൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. വീടിന്റെ പണി പൂർത്തിയാകാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരെ വീടിന്റെ പണി പൂർത്തിയാക്കാനുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർക്ക് സങ്കടങ്ങൾ കൊടുക്കല്ല റബ്ബേ. ഒരുപാട് പേരുണ്ട് റബ്ബേ, കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാ. ഞങ്ങളെ ആധാരങ്ങള് ബാങ്കിലാ, ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങള് ബാങ്കിലാ. ഞങ്ങൾക്കറിയാം പലിശ ഹറാമാണെന്ന് ഞങ്ങൾക്കറിയാം. നിവൃത്തികേട് കൊണ്ട് ഞങ്ങള് ആധാരങ്ങള് പണയം വെച്ചിട്ടുണ്ട്, ഞങ്ങള് സ്വർണ്ണാഭരണങ്ങള് ബാങ്കില് പണയം വെച്ചിട്ടുണ്ട്. ഈ മജ്ലിസിലേക്ക് സദക്ക കൊടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആധാരങ്ങള് ബാങ്കിൽ നിന്നെടുക്കാൻ, സ്വർണ്ണാഭരണം ബാങ്കിൽ നിന്നെടുക്കാൻ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേര് രോഗികളാണ്. അല്ലാഹുവേ, എന്ത് രോഗങ്ങളുണ്ടെങ്കിലും നീ ശിഫ നൽകണേ അല്ലാഹ്. കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എന്തൊക്കെ വലിയ മാരകമായ രോഗങ്ങളാണോ ഈ സദസ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ മജ്ലിസിൽ വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിലെ മുളയുള്ളവരുണ്ട്. അല്ലാഹുവേ, ഒരുപാട് പേരെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിൽ തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്. കണ്ടുകൊണ്ടിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ചെവി പൊട്ടി ഒരുക്കുന്നവരുണ്ട്, ചെവിക്ക് മറ്റ് പ്രയാസങ്ങളുള്ളവരുണ്ട്. കേൾക്കാതെ ഒരുപാട് പേര് ചെവി കേട്ടിരുന്നു, ഇപ്പൊ കേൾക്കാത്തവരുണ്ട് റബ്ബേ. അലർജി രോഗങ്ങളുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, അല്ലാഹുവേ, മൂക്കിൽ ദശയുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, അല്ലാഹുവേ, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, അല്ലാഹുവേ, ടോൺസിസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്. അല്ലാ ഒരുപാട് പേർക്ക് മറ്റു രോഗങ്ങളുള്ളവരുണ്ട്. റഹ്മുർ-റഹീമായ റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. ഖാലിഖായ പടച്ച റബ്ബേ, ഒരുപാട് പേർക്ക് അറ്റാക്ക് വന്നവരുണ്ട്, റബ്ബേ. അല്ലാഹുവേ, ശ്വാസം മുട്ടുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്, ആമാശയത്തിലെ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറിലെ ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നിയിലെ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. അല്ലാ വയറ്റിലെ പുണ്ണുള്ളവരുണ്ട്. ഖാലിഖായ പടച്ച റബ്ബേ, ഒരുപാട് പേർക്ക് ഗർഭാശയ രോഗങ്ങളുള്ളവരുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്.
കാമിലായ ശിഫ നൽകണയല്ല. ഗർഭപാത്രത്തിൽ കുമിളകളുള്ളവരുണ്ട്, ഗർഭപാത്ര രക്തം കട്ടപിടിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാ അല്ലാ അല്ലാ, ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട്. ആർക്കെങ്കിലും ഈ സദസ്സില് അങ്ങനത്തെ രോഗങ്ങളുണ്ടെങ്കിൽ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തരല്ല റബ്ബേ, തന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല റബ്ബേ, നിങ്ങളെ മക്കൾക്ക് തരല്ല റബ്ബേ. അല്ലാ, ഒരുപാട് ഒരു സഹോദരന് 60 വയസ്സായ ഒരു സഹോദരൻ, ഒരു വാപ്പ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളെ 20 ചില്ല കൊല്ലം ഞാൻ പ്രവാസിയായിരുന്നു. എനിക്ക് മലദ്വാരത്തിൽ വേദന വന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഡോക്ടറെ കാണിച്ചു ഗൾഫില്. എന്നോട് പറഞ്ഞു പൈൽസിന്റെ രോഗമാണ്, നാട്ടിലേക്ക് പോവാൻ പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്നു. എന്റെ മലദ്വാരം വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം ഞാൻ കഴിക്കാറില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നാട്ടിൽ വന്നു. ഞാൻ വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഞാനൊരു ഡോക്ടറെ വീണ്ടും സമീപിച്ചു. സ്കാനിങ് എടുത്തപ്പോ ഡോക്ടർമാര് വിധി എഴുതി, മലദ്വാരത്തിന് ക്യാൻസറാണ്, അത് ഓപ്പറേഷൻ വെച്ച് അടക്കണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മാസങ്ങളെ കഴിഞ്ഞുപോയി. ഒരുപാട് പ്രയാസത്തിലാണ് തങ്ങളെ. ഞാനൊന്ന് മരിക്കാൻ എനിക്ക് ദ്വാരിക്കണം, അത്രക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആർക്കെങ്കിലും മാരകമായ രോഗങ്ങൾ ഈ സദസ്സിലുണ്ടെങ്കിലല്ല, നീ ശിഫ നൽകണേ അല്ല, നീ ശിഫ നൽകണേ അല്ല. അല്ലാഹുവേ, ഒരുപാട് പേർക്ക് മാനസിക രോഗങ്ങളുള്ളവരുണ്ട്, മുട്ടുവേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, പല ജാതി രോഗങ്ങളുള്ള ഈ സദസ്സിലുള്ളവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണയല്ല, എല്ലാവർക്കും നീ ശിഫ നൽകണയല്ല. ഇവിടെ വന്നവരൊക്കെ ഖൈർ നൽകണയല്ല. ഈ മജ്‌ലിസിലേക്ക് സംഭാവന ചെയ്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ധാരാളം സമ്പത്ത് നൽകണയല്ല, ധാരാളം സമ്പത്ത് നൽകണയല്ല. അല്ലാ, ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല, ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണയല്ല. അല്ലാഹുവേ, കല്ലിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും ഫോണിന്റെയും അടിമകളാക്കല്ല റബ്ബേ, അങ്ങനത്തെ അടിമകളാക്കല്ല റബ്ബേ. അല്ലാഹുവേ, കല്ലിനും കഞ്ചാവിനും ആരെങ്കിലും അടിമകളാണെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഖൽബ് നൽകണയല്ല. അല്ലാ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല, അവർക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണയല്ല. അല്ലാ, ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കണയല്ല. പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് വാപ്പാനെ മറന്ന്, ഉമ്മാനെ മറന്ന്, ഭർത്താവിനെ മറന്ന്, മക്കളെ മറന്ന് മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോണ്ട ഖൽബ് തരല്ല അല്ലാ. അല്ലാ, ഒരുപാട് പേര് ഖബറിലാണ്. ഈ നാട്ടുകാരിൽപ്പെട്ട ഒരുപാട് പേര് മുമ്പ് മജ്‌ലിസിൽ പങ്കെടുത്തവരുണ്ട്, ഈ മജ്‌ലിസിലേക്ക് സംഭാവന കൊടുത്തവരുണ്ട്. അല്ലാ അല്ലാ അല്ലാ, ഒരുപാട് പേര് ഖബറിലാണ്. അവരെ ഖബർ വിശാലമാക്കണയല്ല. അല്ലാ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ ഖബറിലാണ്. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ഭക്ഷണം തന്നവര് ഖബറിലുണ്ട്. എല്ലാരെ ഖബറിന് വിശാലമാക്കണയല്ല. ഈ സദസ്സിലുള്ള ഒരുപാട് ആളുകള് മാതാപിതാക്കളെ ഖബറിലാണ്, ഭർത്താക്കന്മാരെ ഖബറിലാണ്, ഭാര്യമാരെ ഖബറിലാണ്, മക്കളെ ഖബറിലാണ്. എല്ലാരെ ഖബറിന് വിശാലമാക്കണയല്ല. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ പഠിപ്പിൽ നീ ബറക്കത്ത് നൽകണയല്ല. കോളേജിൽ മക്കളെ പഠിക്കുന്നുണ്ട്, ആ മക്കളെ ഉന്നതങ്ങളിൽ എത്തിക്കണയല്ല, ഉന്നതങ്ങളിൽ എത്തിക്കണയല്ല. ഹിഫ്ള് പൂർത്തിയാക്കാനുള്ള മനസ്സ്, അതിനുള്ള ബറക്കത്ത് ആഫിയത്ത് നൽകണയല്ല. അവിടുത്തെ മാതാപിതാക്കൾക്ക് ഖൈർ നൽകണയല്ല. അല്ലാഹുവേ, നൂറെ ഹബീബിന്റെ മുത്തുമണികളുണ്ട്, ഒരുപാട് പേരാണ് ഈ മജ്‌ലിസിലേക്കും സഹായിച്ചിട്ടുണ്ട്. അതൊന്നും നീ വെറുതെയാക്കല്ല റബ്ബേ, വെറുതെയാക്കല്ല റബ്ബേ.
ഒരുപാട് പേര് പ്രവാസികളാണ്. ഈ സദസ്സിൽ ഒരുപാട് പേരുണ്ട്. യൂട്യൂബിലൂടെ കാണുന്ന ഒരുപാട് പേര് ഭർത്താക്കന്മാര്, ഉപ്പമാര്, ആങ്ങളമാര്, ഒരുപാട് പേര് പ്രവാസികളാണ്. വിസ ഇല്ലാത്തവർക്ക് വിസ നൽകണയല്ല, വിസയിൽ പോയവർക്ക് വിസ നൽകണയല്ല, അക്കാമില്ലാത്തവർക്ക് അക്കാമ നൽകണയല്ല. ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, അത് കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നൽകണയല്ല. അല്ലാഹു ഈ മദ്രസയിലിരിക്കുന്ന ഒരുപാട് ആളുകൾ മക്കളും ഭർത്താക്കന്മാരൊക്കെ പ്രവാസികളാ. ഒരു വിഷമവും നീ കൊടുക്കല്ലേ അല്ല. പ്രവാസിയുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ല. ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് ആൺകുട്ടികളുണ്ട്, ഒരുപാട് വിധവകളുണ്ട്, ഒരുപാട് പേര് തലാഖ് ചെയ്യപ്പെട്ടവരുണ്ട്, കല്യാണം ശരിയാവാത്തവർ. അവർക്ക് ഹൈറായ ഇണത്തുണകളെ നൽകണയല്ല, ഹൈറായ ഇണത്തുണകളെ നൽകണയല്ല, റാഹത്ത് നൽകണയല്ല, സമാധാനം നൽകണയല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് നരകം ഹറാമാക്കണയല്ല, സ്വർഗം ഞങ്ങൾക്ക് വാജിബാക്കണയല്ല, സ്വർഗം ഞങ്ങൾക്ക് വാജിബാക്കണയല്ല. ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ ആഫിയത്ത് നൽകണയല്ല, നോമ്പ് നോൽക്കാൻ ആരോഗ്യം നൽകണയല്ല. അല്ലാഹുവേ ഞങ്ങൾ പെട്ടപ്പതിലും തേന് കുടിച്ചവരാണ്. ഇവിടെ മജ്ലിസിൽ വെച്ചിട്ട് ശിഫ നൽകണയല്ല, ശിഫ നൽകണയല്ല. അല്ലാഹു ഈ നാടിന് ബറക്കത്ത് നൽകണയല്ല. അല്ലാഹു ഞങ്ങൾ ഉസ്താദുമാർക്ക് ബറക്കത്ത് നൽകണയല്ല. ഇത് മുന്നിൽ നിൽക്കുന്ന ഉസ്താദുമാരുണ്ട് റബ്ബേ, ഇതൊക്കെ നീ കാണുന്നുണ്ടല്ലോ. സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയല്ല, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അതൊന്നും നീ വെറുതെയാക്കല്ല റബ്ബേ. ഉന്നതങ്ങളിൽ എത്തിക്കണയല്ല, ഉന്നതങ്ങളിൽ എത്തിക്കണയല്ല. സ്വലാത്തുൽ ഫാത്തിഹിന്റെ വക്താക്കളാവാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ല. ഒരുപാട് പേര് ഗർഭിണികളാണ്. ഈ മജ്‌ലിസിലിരിക്കുന്ന ഒരുപാട് പേര് മക്കള് ഗർഭിണികളാണ്. അല്ലാഹുവേ ഞങ്ങളെ താത്തമാര് ഗർഭിണികളാണ്. സുഖപ്രസവം നൽകണയല്ല. ഞങ്ങളെ മക്കൾക്ക് ഇനി അംഗവൈകല്യങ്ങളെ കൊടുക്കല്ല റബ്ബേ. ആൺമക്കള് വിചാരിക്കുന്നവർക്ക് ആൺമക്കളെ കൊടുക്കണയല്ല, പെൺമക്കളെ ആഗ്രഹിക്കുന്നവർക്ക് പെൺമക്കളെ കൊടുക്കണയല്ല. അല്ലാഹുവേ ഇതുപോലെ ഒരുപാട് മജ്‌ലിസ് നടത്താൻ ഈ നാട്ടുകാർക്ക് ഉസ്താദമാർക്ക് നീ ഭാഗ്യം നൽകണയല്ല. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊണ്ട് റബ്ബേ. അല്ലാഹുവേ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കൊണ്ടല്ല, ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണയല്ല. ഈ സദസ്സിലാരൊക്കെ ഉംറ ചെയ്തിട്ടുണ്ടോ? ഉംറ നീ സ്വീകരിക്കണയല്ല, ഉംറ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. വായി ബായി മടക്കല്ല റബ്ബേ, വായി ബായി മടക്കല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله، 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 حسبنا الله ونعم الوكيل، ونعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسلنا ببسم الله وبالهدي رسول الله وكل مجاهد لله وأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. يا بلال آفة
എടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സൂര്യയും മറ്റുള്ള ദീനമടങ്ങലും ബദിരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാവത്തത് കൂട്ടിടും ഇബ്ലീസ് കൂതിനെ കാട്ടിടും നേരം ലവീനവനാട്ടുവാൻ ബദിരങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരുപാട് പേര് ഉറക്കമൊളിച്ചവരാണ്. ഉറക്കമൊളിച്ചാൽ രോഗം വരുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അല്ലാ ഞങ്ങളെ കണ്ണിന് കുളിർമ നൽകണേ അല്ലാ, ഞങ്ങളെ കണ്ണിന് കുളിർമ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാ 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 നീട്ടുന്ന കരങ്ങള് ആയി മടക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ആയുസ് കൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ദാരിദ്ര്യം തരല്ലേ അല്ലാ, ദാരിദ്ര്യം തരല്ലേ അല്ലാ. ധാരാള സമ്പത്ത് നൽകണേ അല്ലാ, ധാരാള സമ്പത്ത് നൽകണേ അല്ലാ. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇതൊന്നും നീ വെറുതെ ആക്കല്ല റബ്ബേ. ഇന്നത്തെ ദിവസം നിന്റെ ഖൈറിന്റെ കിതാബില് നൂറെ ഹബീബിന്റെ മുത്തുമണികള് എല്ലാരും പേരിന് എഴുതി വെക്കണേ അല്ലാ. നാളെ സ്വർഗം ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളെ കൊണ്ട് സ്വർഗം ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ മജ്‌ലിസിൽ പങ്കെടുത്തുള്ള പേര് വായിച്ചിട്ട് സ്വർഗം നൽകാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഇവിടെ വന്നവർക്ക് ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇത് ചെറിയ മജ്‌ലിസ് അല്ല, ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നാളെ എല്ലാ ദിവസവും രാവിലെ നൂറെ ഹബീബ് യൂട്യൂബ് ചാനലില് സ്വലാത്തുൽ ഫാത്തിഹ നടക്കാറുണ്ട്. എല്ലാരും ആ മജ്‌ലിസ് കാണുക, അറിയാത്തത് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒത്തിരി സ്നേഹത്തോടെ ഇൻഷാ അല്ലാഹ് ഞാൻ വിട വാങ്ങാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ിലേക്ക് പോകാത്ത ആളുകൾക്ക് ഭക്ഷണവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദൂരഭാഗങ്ങളിൽ നിന്ന് വന്നവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പ്രയാസമുണ്ടെങ്കിൽ ചില വീടുകളും കോട്ടേഴ്സുകളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം വേണ്ട ആളുകൾ, നാട്ടിലേക്ക് പോകാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഭക്ഷണ സൗകര്യവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തങ്ങളാരും പ്രയാസപ്പെടുത്തരുത്. ചേച്ചി ഒന്ന് പ്രയാസമുണ്ടാക്കരുത്, തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുത്. നമുക്കറിയാം ഒരുപാട് തിരക്കുകൾക്കിടയിൽ അവർക്ക് സഹായിക്കും. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വർഷത്തിലൊരിക്കൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനൊരു മജ്‌ലിസ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥന ഉണ്ടാവണം. അതുപോലെ തന്നെ മജ്‌ലിസ് വാർഷികം പാടി വട്ടപ്പറമ്പ് നജാത്തുൽ ഇസ്ലാം മദ്രസയില് വരുന്ന 22-23 തീയതികളിൽ മജ്‌ലിസ് വാർഷികം നടക്കുന്നുണ്ട്. അതുമായി